വീണ വിജയന്റെ എക്സാലോജിക്കും വീണ വിജയനും ഇവർ ചേർന്നുള്ള സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങളാണ് SFIO റിപ്പോർട്ടിൽ ഉള്ളത്. എക്സാലോജിക്കിന് കിട്ടിയ പണം എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നതടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ SFIO റിപ്പോർട്ടിൽ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എക്സാലോജിക്കിന് കിട്ടിയ പണത്തിൽ 71 ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന് 24 മാസത്തിനുള്ളിൽ കിട്ടിയത്. ഈ പണം എന്തിന് വിനിയോഗിക്കപ്പെട്ടു എന്നതിന്റെ കൃത്യമായ കണ്ടെത്തൽ SFIO നടത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഇങ്ങനെയാണ്. CMRLന്റെ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയും അദ്ദേഹത്തിന്റെ ഭാര്യ ജയ കർത്തയും ചേർന്ന് രൂപീകരിച്ച നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ NBFC എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് EICPL 2015 ഓഗസ്റ്റ് 5-ന് എക്സാലോജിക്കിന് 25 ലക്ഷം രൂപ വായ്പ നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ തുക 2015 ഓഗസ്റ്റ് 6-ന് എക്സാലോജിക്കിന്റെ HDFC ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുകയും ചെയ്തു. 12% പലിശ നിരക്കിൽ 24 മാസത്തവണകളായി തിരിച്ചടവ് വേണ്ടിയിരുന്നതാണ് ഈ വായ്പയ്ക്ക്. ഒരു വർഷ കാലയളവിൽ എക്സാലോജിക് EICPLൽ നിന്ന് കിട്ടിയ ആദ്യ വായ്പയുടെ തിരിച്ചടവിനായി ഒരു തുകയും അടച്ചിരുന്നില്ല എന്ന കണ്ടെത്തലും SFIO നടത്തിയിട്ടുണ്ട്. എന്നിട്ടും എക്സാലോജിക്കിന് ഇതേ ഫിനാൻഷ്യൽ സ്ഥാപനം വീണ്ടും 25 ലക്ഷം രൂപയുടെ മറ്റൊരു വായ്പ കൂടി അനുവദിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വർഷ കാലയളവിൽ 50 ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന് വായ്പയായി ശശിധരൻ കർത്തയുടെ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയത്. ഈ തുക 2016 ഓഗസ്റ്റ് 29-ന് അതേ HDFC ബാങ്ക് അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയും ചെയ്തു. അതായത് 25 ലക്ഷം കൂടി, അങ്ങനെ മൊത്തം 50 ലക്ഷം രൂപ. രണ്ടാമത്തെ വായ്പ കിട്ടിയതിന് ശേഷമാണ് എക്സാലോജിക് EICPLന് തിരിച്ചടവ് നടത്തിയത്. അതും 2016 നവംബർ 13-ന് തിരിച്ചടച്ചത് വെറും 4 ലക്ഷം രൂപയാണ്. അതായത് 50 ലക്ഷം രൂപയിൽ തിരിച്ചടച്ചത് 1.5 വർഷത്തിനുള്ളിൽ 4 ലക്ഷം രൂപ മാത്രമാണ്. വായ്പകൾ തിരിച്ചടയ്ക്കാൻ ആവശ്യമായ പണലഭ്യത ഇല്ലാതിരിക്കുകയും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപനമായിരിക്കുകയും ചെയ്തിരുന്നിട്ടും എക്സാലോജിക് പിന്നീട് CMRLുമായി 2 പ്രധാന കരാറുകളിൽ ഏർപ്പെടുകയായിരുന്നു. അതായത് എക്സാലോജിക് അപ്പോൾ തന്നെ സാമ്പത്തികമായി നഷ്ടത്തിലായിരുന്നു. അതുമാത്രമല്ല, എക്സാലോജിക് ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് പണം തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്നു. അതായത് 50 ലക്ഷം രൂപയിൽ 4 ലക്ഷം രൂപ മാത്രമായിരുന്നു തിരിച്ചടച്ചിട്ടുള്ളത്. ഈ സമയത്ത് വീണ വിജയനെ IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിക്കുകയാണ് CMRL ചെയ്തത്. 2016 ഡിസംബർ 30-ന് CMRL വീണയ്ക്കൊരു നിയമന കത്ത് നൽകി. അതനുസരിച്ച് അവരെ റീറ്റെയിനർഷിപ്പ് അടിസ്ഥാനത്തിൽ IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിക്കുകയായിരുന്നു. SFIOയുടെ കണ്ടെത്തലാണ് ഇത്. വീണ വിജയൻ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കരാർ 2017 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രതിമാസം 5 ലക്ഷം രൂപ പ്രതിഫലം നൽകുന്നതായിരുന്നു ആ കരാർ. ഇതുകൂടാതെ എക്സാലോജിക്കുമായുള്ള സർവീസ് ലെവൽ എഗ്രിമെന്റ് കൂടി 2017 മാർച്ച് 2-ന് വീണയുടെ ഉടമസ്ഥതയിലുള്ള 1 കമ്പനിയായ എക്സാലോജിക്കുമായി CMRL ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് ഒപ്പുവെക്കുകയായിരുന്നു. അങ്ങനെ 2017 ഏപ്രിൽ മുതൽ പ്രതിഫലം കിട്ടിത്തുടങ്ങുകയാണ് എക്സാലോജിക്കിന്. അതിന് 3 മാസം മുൻപ് വീണ വിജയനും പ്രതിഫലം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. CMRLന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ സോഫ്റ്റ്വെയറുകളുടെ വികസനം, പരിപാലനം, മാനേജ്മെന്റ് എന്നിവയ്ക്കായിരുന്നു കരാർ. ഈ കരാർ 2017 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതായി നിശ്ചയിക്കുകയും ചെയ്തു. 3 ലക്ഷം രൂപ പ്രതിമാസം എക്സാലോജിക്കിന് പ്രതിഫലം നൽകാമെന്നായിരുന്നു വ്യവസ്ഥ. അതായത് സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്ന എക്സാലോജിക്കും വീണ വിജയനും 2017 CMRLുമായി 2 വ്യത്യസ്ത കരാറുകളിലൂടെ ഓരോ മാസവും ആകെ 8 ലക്ഷം രൂപ കിട്ടുന്ന തരത്തിലുള്ള വാണിജ്യ ബന്ധം തുടങ്ങിയതായി വ്യക്തമാക്കുന്നതാണ് SFIOയുടെ റിപ്പോർട്ട്. എക്സാലോജിക്കിന്റെ അക്കൗണ്ട് പുസ്തകങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പരിശോധിച്ചപ്പോൾ SFIO കണ്ടെത്തിയത് മറ്റ് വിവരങ്ങൾ കൂടിയാണ്. CMRLൽ നിന്ന് കിട്ടിയ പണം എക്സാലോജിക് എന്തിനു വേണ്ടി വിനിയോഗിച്ചു? അത് സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്കാണോ? അല്ല, സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല വിനിയോഗിച്ചത്. ആ തുക പ്രധാനമായും EICPL, നേരത്തെ പറഞ്ഞ ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായി എടുത്ത 50 ലക്ഷം രൂപയുടെ തിരിച്ചടവിന് വേണ്ടിയാണ് എക്സാലോജിക്കിന് കിട്ടിയ പണത്തിന്റെ ഭൂരിഭാഗവും ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തുകയായിരുന്നു. ആ രേഖ കൂടി കാണാം. ആ ചാർട്ടിൽ കൃത്യമായിട്ട് SFIO അക്കാര്യം പറയുന്നുണ്ട്. CMRL നിന്ന് കിട്ടിയ ഫണ്ടുകൾ എക്സാലോജിക് ഒരിടനിലക്കാരനെ പോലെ കൈമാറുകയായിരുന്നു. ആർക്ക്? ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്, ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള. അത് ഓരോ മാസവും കൃത്യമായിട്ട് ആദ്യമായിട്ട് പ്രതിഫലം എക്സാലോജിക്കിന് കിട്ടിയത് മെയ് 2017 മുതലാണ്. 2017 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 2018 ജനുവരി ഈ ഓരോ മാസത്തെയും 3 ലക്ഷം രൂപ പ്രതിഫലമായി കിട്ടിയത് അതേപടി
ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിലേക്ക് അടയ്ക്കുകയായിരുന്നു. അങ്ങനെ 9 മാസത്തെ തുടർച്ചയായി 3 ലക്ഷം രൂപ അടയ്ക്കുകയും അങ്ങനെ 27 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് തിരിച്ചടവുണ്ടായത് 2017 ഒക്ടോബർ മാസത്തിൽ 2 തവണയായിട്ടാണ്. ഒരു തവണ 9 ലക്ഷം രൂപയുടെ തിരിച്ചടവും ഒരു തവണ 6 ലക്ഷം രൂപയുടെ തിരിച്ചടവും ഉണ്ടായി. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് ഒരു 3 ലക്ഷം രൂപ കൂടി, അത് 2019 ജനുവരി മാസത്തിലാണ് തിരിച്ചടച്ചത്. അന്നായിരുന്നു ഏറ്റവും അവസാനമായി എക്സാലോജിക്കിന് CMRL നിന്ന് പ്രതിഫലം കിട്ടിയത്. അതിനുശേഷം എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുകയാണ് ഉണ്ടായത് CMRLുമായിട്ട്. അങ്ങനെ ആകെ 45 ലക്ഷം രൂപയുടെ തിരിച്ചടവാണ് എക്സാലോജിക് ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്, ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനത്തിലേക്ക് നടത്തിയത്. അതായത് 50 ലക്ഷം രൂപയുടെ വായ്പയെടുത്ത എക്സാലോജിക് അതിൽ തിരിച്ചടയ്ക്കുവാനായി 45 ലക്ഷം രൂപയും തിരിച്ചടച്ചത് CMRLിൽ നിന്ന് കിട്ടിയ അതേ തുക അതേപടിയായിരുന്നു എന്ന കണ്ടെത്തലാണ്. ഇത് ഗുരുതരമായ ക്രമക്കേടാണ്. കാരണം പൊതുമേഖല പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം കൂടിയായ CMRLിൽ നിന്ന് ഇങ്ങനെ എക്സാലോജിക്കിന് കിട്ടിയ പണം, അതൊരു സേവനവും നൽകാതെ ആ പണം വീണ വിജയൻ എടുത്ത വായ്പ അടയ്ക്കുന്നത്, അതും CMRLിന്റെ MD ആയ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലേക്ക് തിരിച്ചടയ്ക്കുകയാണ് ഉണ്ടായത്. ഗുരുതരമായ വകമാറ്റി ചെലവഴിക്കലാണ് എന്ന കാര്യമാണ് SFIOയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ ചാർട്ട് കൃത്യമായിട്ട് ഇങ്ങനെയാണ്. 45 ലക്ഷം രൂപയുടെ തിരിച്ചടവ്. ആകെ കിട്ടിയത് എക്സാലോജിക്കിന് 71 ലക്ഷം രൂപയായിരുന്നു. അതിൽ 45 ലക്ഷം രൂപയും വിനിയോഗിച്ചത് ഇങ്ങനെ ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു. വീണ വിജയന് കിട്ടിയത് 2.7 കോടി രൂപയാണ്. അതിൻ്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ED ആണ് നടത്തേണ്ടത്. അക്കൗണ്ട് രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ SFIO നടത്തിയത്. ഇത് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ചാർട്ട്. റിപ്പോർട്ടിന്റെ നിലപാടനുസരിച്ച് CMRLിൽ നിന്ന് കിട്ടിയ പണവും EICPLിലേക്കുള്ള വായ്പാ തിരിച്ചടവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധമാണ് ഈ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യം SFIO വ്യക്തമായി പറയുന്നുണ്ട് SFIOയുടെ റിപ്പോർട്ടിൽ.